നമ്മളിന്നൊരു പില്ലോ കവറാണ് തയ്ക്കാൻ പോകുന്നത്. അതിനുള്ള തുണി നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അതിനുള്ള അളവ് ഞാൻ പറയാം. നമ്മൾ ആദ്യമേ തുണിയെ 3ആയിട്ട് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യുക. 4 സെൻറ്റിമീറ്റർ നീളത്തിൽ 3ആയിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം നമ്മളതൊന്ന് താഴെ വരെ ഒരേ വീതിയിൽ നീളത്തിൽ നമ്മളൊന്ന് വരയ്ക്കുക. അങ്ങനെ 3 പീസ് നമ്മൾ വരച്ചതിന് ശേഷം നമ്മൾ ആ 3 പീസ് നമ്മൾ വെട്ടിയെടുക്കുവാണേ. വെട്ടിയെടുത്തത് 3 പീസ് ഒരേ ഇതായിരിക്കണം. ഞാൻ 4 സെൻറ്റിമീറ്റർ വീതിയിലാണ് നമ്മൾ ഓരോ പീസും വെട്ടുന്നത്. നിങ്ങളും അതുപോലെ 4 സെൻറ്റിമീറ്റർ 5. നിങ്ങൾക്ക് വലിയ തലമണ്ണ കവറാണ് വേണ്ടതെങ്കിൽ ഇച്ചിരി കൂടുതൽ തുണി എടുത്തു. ഞാനിവിടെ ഒരു ചെറിയ തലമണ്ണ കവറാണ് തയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ 3 പീസായിട്ട് അളന്ന് മാർക്ക് ചെയ്യുക ആദ്യം. എന്നിട്ട് നമ്മളത് ഓരോ പീസും വെട്ടി മാറ്റുക. എന്നിട്ട് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് നമ്മളൊരു 4 സെൻറ്റിമീറ്റർ വീതിയിൽ ഇതിനാവശ്യമായ നീളത്തിൽ നമ്മൾ 2 പീസ് തുണി എടുക്കുക. അത് ഇപ്പോൾ ഇതേ കളറായ ഒരു ഭംഗി കാണത്തില്ല, ഒരു വ്യത്യസ്തമായ കളർ എടുക്കണേ. ഞാനിപ്പോൾ ഇത് യെല്ലോ കളറാണ് പില്ലോ കവറിന് എടുത്തിരിക്കുന്നതെങ്കിൽ ഞാൻ അതിൻ്റെ മറ്റേ തുണി എടുത്തിരിക്കുന്ന ബ്ലാക്ക് ആണ്. അപ്പോൾ അതും നമ്മൾ ആ 2ആയിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ ഈ മുറിച്ച പീസില്ലേ, ആ മുറിച്ച പീസിൽ 2ഉം കൂടെ അതിനിടയ്ക്ക് വെച്ചിട്ട് നമ്മൾ തയ്ക്കുകയാണ്. തയ്ച്ചിട്ട് നമ്മൾ മറിച്ചിടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ ഞാനത് നാളെ തയ്ക്കുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. നല്ല ഭംഗിയുള്ള തലമണ കവർ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇനി ഇത് വെട്ടുന്ന രീതിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാവേ. നാളെ നമ്മളിനി ഇത് തയ്ക്കുന്നത് ഇടുവേ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ടാൽ അതെങ്ങനെയാണെന്ന് ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുമേ.